അമേരിക്ക കണ്ടെത്തിയ കൊളംബസ് ഒരിക്കൽ സ്പെയിനിലെ രാജാവായിരുന്ന ഫെർഡിനാൻഡുമായി കൂടിക്കാഴ്ച നടത്തി. 1491 ഡിസംബർ മാസം ഒരു ദിവസത്തിലായിരുന്നു അത്. കൂടിക്കാഴ്ചയിൽ കൊളംബസ് തൻ്റെ ആഗ്രഹം രാജാവിനോട് പങ്കുവച്ചു. സ്പെയിനിൻ്റെ അതിർത്തികൾ കൂട്ടിച്ചേർക്കാൻ വേണ്ടി പുതിയ രാജ്യങ്ങൾ കണ്ടെത്താനായി താനൊരു കപ്പൽ യാത്ര നടത്താൻ ഉദ്ദേശിക്കുന്നു. അതിനുവേണ്ട സാമ്പത്തിക സഹായം മഹാരാജാവ് നൽകണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അപേക്ഷ. ഈ ചോദ്യം കേട്ട ഉടനെ ഫെർഡിനാൻഡ് അദ്ദേഹത്തോട് പ്രതിവചിച്ചു. അല്ലയോ കൊളംബസ്, നിങ്ങൾ ആ യാത്ര പരാജയപ്പെടുകയാണെങ്കിൽ ഈ സ്പെയിൻ എന്ന് പറയുന്ന രാജ്യത്തിനുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എടുത്ത വായിൽ കൊളംബസ് ധീരോചിതമായി മഹാരാജാവിനോട് പ്രതിവചിച്ചു. അങ്ങുന്നേ, ഞാൻ കോട്ടത്തെക്കുറിച്ച് ഒരിക്കലും ചിന്തിക്കുന്നില്ല. സ്പെയിനിൻ്റെ അതിർത്തികൾ വികസിപ്പിക്കുന്ന, സ്പെയിനിനോട് മറ്റു രാജ്യങ്ങൾ കൂട്ടിച്ചേർക്കുന്ന ആ വലിയ നേട്ടത്തെക്കുറിച്ച് മാത്രമാണ് എൻ്റെ ചിന്ത എന്ന് മാത്രമാണ് കൊളംബസ് രാജാവിനോട് മറുപടി പറഞ്ഞത്. ഇത് കേട്ടുകൊണ്ടിരുന്ന രാജാവിൻ്റെ പ്രിയ പത്നി ഇസബെല്ല രാജ്ഞി മഹാരാജാവായ ഫെർഡിനാൻഡിനോട് പറഞ്ഞു, കൊളംബസ് പറഞ്ഞതാണ് കാര്യം. അദ്ദേഹത്തിൻ്റെ യാത്ര എങ്ങാനും ഫ്ലോപ്പായി പോയാൽ നമ്മുടെ രാജ്യത്തിന് ഏതാനും ധനനഷ്ടമുണ്ടാകും എന്നത് ശരി തന്നെ. അതിനേക്കാൾ കൂടുതൽ നമ്മൾ ചിന്തിക്കേണ്ടത്, ഫെർഡിനാൻഡ് മഹാരാജാവേ, കൊളംബസ് പുതിയ പുതിയ രാജ്യങ്ങൾ കണ്ടെത്തി സ്പെയിനിൻ്റെ അതിർത്തികൾ വികസിപ്പിക്കുകയാണെങ്കിൽ അതല്ലേ നമുക്ക് ഏറ്റവും ലാഭകരമായത്, അതല്ലേ നമുക്ക് ഏറ്റവും സന്തോഷമുണ്ടാക്കുന്നത് എന്നാണ് ഇസബെല്ല രാജ്ഞി തൻ്റെ ഭർത്താവായ ഫെർഡിനാൻഡിനോട് പറഞ്ഞത്. തൻ്റെ പ്രിയപത്നി പറഞ്ഞ കാര്യം അംഗീകരിക്കുകയും കൊളംബസിന് കപ്പൽ യാത്ര ചെയ്യാൻ വേണ്ട ധനസഹായം രാജാവ് ചെയ്തു കൊടുക്കുകയും ഭാഗ്യവശാൽ കൊളംബസിൻ്റെ യാത്ര വിജയിക്കുകയും കാര്യങ്ങളെല്ലാം അവർ കണക്ക് കൂട്ടിയതുപോലെ സംഭവിക്കുകയും ചെയ്തു. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്ക് ആത്മവിശ്വാസവും ആത്മധൈര്യവും കൈവിട്ടു പോകരുത് എന്നുള്ളതാണ്. ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും നമുക്ക് ശുഭാപ്തി വിശ്വാസമുണ്ടെങ്കിൽ, നമുക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമ്മൾ വിജയിക്കുമെന്നുള്ളതാണ്. ദൈവം നമ്മളോട് കൂടെയുണ്ടെന്നും താനാണ് വിജയിക്കുക എന്നും താൻ ജേതാവാണെന്നും എപ്പോഴും എനിക്ക് ചെയ്യാൻ കഴിയും എന്ന ശുഭാപ്തി വിശ്വാസം എപ്പോഴും ഉണ്ടായിരിക്കണം. ഇന്ന് തൻ്റെ ദിവസമാണ്, ഇന്ന് എൻ്റെ ദിനമാണ് എന്നൊരു ചിന്ത ഓരോരുത്തർക്കും ഉണ്ടാവണമെന്നാണ്. ഒരിക്കലും നമുക്ക് നിഷേധാത്മക ചിന്തകൾ ഉണ്ടാവാൻ പാടില്ല, വിരോധ ചിന്തകൾ ഉണ്ടാകാൻ പാടില്ല. അത് ഭയത്തിൽ കലാശിക്കും. ഭയം നമുക്ക് വേണമെങ്കിലും അമിത ഭയം പാടില്ല. പ്രതീക്ഷകൾ നമുക്ക് വേണമെങ്കിലും അമിത പ്രതീക്ഷ പാടില്ല. അഥവാ ആത്മധൈര്യവും ആത്മവിശ്വാസവും ഒന്നും ഓവറാകാൻ പാടില്ലെങ്കിലും അത് അത്യാവശ്യത്തിന് നമുക്ക് വേണ്ടത് തന്നെയാണ്. അങ്ങനെ നമ്മൾ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് കഴിയും. നാം വിജയിക്കുക തന്നെ ചെയ്യുമെന്ന ശുഭപ്രതീക്ഷ നമ്മുടെ കൈമുതലായുണ്ടെങ്കിൽ അതിനനുസരിച്ച് ധീരോചിതമായി പ്രവർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഏതൊരു എവറസ്റ്റ് കൊടുമുടിയും നമുക്ക് കീഴടക്കാൻ സാധിക്കുമെന്ന് ചരിത്രവും അനുഭവവും നമ്മെ പഠിപ്പിക്കുന്നു.